ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1182 മലയാളം മാംഗ എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം, മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് സാസ എന്നാണ്. അതുപോലെ തന്നെ കവർ പേജിൽ നമ്മുടെ ഫുജിറ്റോർ അവിടെ നിന്ന് കുറച്ച് നൂഡിൽസ് കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ലോക്കിയാണ് കാണിക്കുന്നത്. ലോക്കി ആണെങ്കിൽ അവൻ്റെ ആ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇമ്യൂന് നേരെ യൂസ് ചെയ്തതിന് ശേഷം പറയും, എനിക്ക് അവൻ്റെ പ്രസൻസ് ഇപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വളരെയധികം വലുതായതുകൊണ്ട് അവൻ എവിടെയാണുള്ളതെന്ന് എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവൻ ഇമ്മുനെ നോക്കിക്കൊണ്ട് മുമ്പിലോട്ട് പറന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആദം സ്റ്റീലാടുണ്ടായിരുന്ന ഇമു ആണെങ്കിൽ പറയും, നിദോഗ്, നമ്മൾ ഈ ലോകത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലടാ, ചതിയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമു ആണെങ്കിൽ അവർ വരുന്നത് കണ്ട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് തുടങ്ങി. ഇപ്പം ഈ ഒരു മഞ്ഞ് വീഴുന്നതൊക്കെ ഇമ്മു ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഇമു പറയും, ഈ മഞ്ഞ് മേഘങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴാണല്ലോ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ അത് കിടിലമാണ്. ഹേ റാഗ്നിയർ, നീ ഇത്രകാലം നിന്റെ പുതിയ മാസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെന്തായാലും നൊസ്റ്റാൾജി ആയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട റാഗ്നിയർ ആണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ ഇമ്മുനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ഒരു റാഗ്നിയറിൻ്റെ ഡെയർ ഫ്രൂട്ട് ഏതാണെന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ട്. ഒരു മിത്തിക്കൽ സോൺ ടൈപ്പ് റിസു നമി മോഡൽ റാറ്റഡോസ്കർ എന്നാണ് ഈ ഒരു റാഗ്നിയറിൻ്റെ ഡെയർ ഫ്രൂട്ടിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ ഒരു കാര്യമൊക്കെ ഇമു പറയുന്നത് കേട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ റാഗ്നിയർ അവൻ്റെ ഐസ് ബീം വെച്ച് ഇമുനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ലോക്കി ആണെങ്കിൽ അവൻ്റെ ഒരു വലിയ അറ്റാക്ക് തന്നെ ഇമുന് നേരെ ചെയ്യുന്നുണ്ട്. ലോക്കിയുടെ അറ്റാക്കിൽ നിന്ന് വെടികുണ്ടകൾ പോലെയാണ് ബീമൊക്കെ നമ്മുടെ ഇമുന് നേരെ വരുന്നത്. പക്ഷേ ഇമു ആണെങ്കിൽ അവർക്ക് മുൻപേ അവരുടെ മുകളിലോട്ട് പറന്നെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയൊരു ബ്ലാക്ക് ഫ്ലെയിം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു എക്ലിപ്സ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ഇവർക്ക് നേരെ വിടുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ആണെങ്കിൽ നമ്മുടെ ലോക്കിയുടെ ചിറകിലൊക്കെ വന്ന് അടിച്ച് അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു എക്സ്പ്ലോഷൻ ലോക്കിയുടെ മേൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സ്ഥലം മൊത്തം ആ ഒരു എക്സ്പ്ലോഷൻ കൊണ്ട് ഫുള്ളി കത്തിപ്പടരുന്നുണ്ട്. ഇതൊക്കെ ദൂരെ ഇരുന്ന് നോക്കിയിരിക്കുന്ന ബോണി ആണെങ്കിൽ പറയും, സത്യം പറഞ്ഞാൽ ഇത് വളരെയധികം വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്, അവിടെ എന്തായിരിക്കും നടക്കുന്നത്. ഇത് കേട്ട ലിലിത്ത് ആണെങ്കിൽ പറയും, ബോനി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വാ. ആ ഒരു സമയം ബോനി പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പോവില്ല. തീർച്ചയായും ഞാൻ നിന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കില്ല, കാരണം നിന്നെ സംരക്ഷിക്കേണ്ടത് ഞാനാണെന്ന് ലിലിത്ത് അവളോട് പറയും. ഈ ഒരു സമയം നമ്മളെ ലിലിത്ത് ചിന്തിക്കുന്നുണ്ടാവും, എന്നാലും ആ വന്നവൻ ആരാണ്? ഉറപ്പായും ആ ഹോളി നൈറ്റ്സോ ആ 5 എൽഡേഴ്സിലുള്ള ആളോ അല്ല, ഒരു ടോപ്പ് റാങ്കിലുള്ള ഒരാളാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ പറയുന്ന സമയം നമ്മുടെ ഇമുലയിൽ നിന്ന് അറ്റാക്ക് വാങ്ങിയ സാഞ്ചി അവിടെ കടക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു സമയം നമ്മുടെ വേഗാപാങ്ക് പറയുന്നുണ്ട്, അഥവാ ലില്ലിത്ത് പറയുന്നുണ്ട്, 800 വർഷമായി ഈ ലോകം ഭരിക്കാനുള്ള പവർ മൊത്തം കീഴടക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ വേൾഡ് ഗവൺമെൻറ്. അവർക്ക് ഈ പവർ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ സാഞ്ചി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പിന്നീട് നിന്ന് ബോനി വിളിച്ച് പറയുന്നുണ്ട്, സാഞ്ചി നീ എഴുന്നേറ്റ് പോവല്ലേ, നിന്റെ ഇഞ്ചറി ഇപ്പോഴും ശരിയായിട്ടില്ല. ആ ഒരു സമയം നമ്മുടെ സാഞ്ചി പറയുന്നുണ്ട്, ബോനിച്ചാൻ, എനിക്കിങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാഞ്ചി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇമുവിൻ്റെ അറ്റാക്ക് കിട്ടി ഇഞ്ചറിയിൽ കിടക്കുന്ന സാഞ്ചിയെ കില്ലിങ്ങാം അവിടെ വന്ന് കളിയാക്കുന്നുണ്ട്. സാഞ്ചി, നീ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഞാൻ നിന്നെ കൈകാര്യം ചെയ്യണമെന്ന് തോന്നുന്നില്ല. എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് നീ ഇപ്പോഴും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു വലിയ കാര്യമാണ്. പക്ഷേ എനിക്ക് നിന്നിങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അങ്ങനെ പോകാൻ നിന്ന കില്ലിങ്ങാമിനോട് നമ്മുടെ സാജി ചോദിക്കും, നീ എവിടത്തേക്കാണ് പോകുന്നത്? ആ ഒരു സമയം കില്ലിങ്ങാം പറയുന്നുണ്ട്, നിനക്കറിയാലോ, ഞാൻ ഇവിടെ വന്നത് മറ്റൊരു മിഷൻ ചെയ്തു തീർക്കാനാണ്. പക്ഷേ മുമ്പത്തെ പോലെയൊന്നുമല്ല, എനിക്ക് കുറച്ച് പവർ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാജിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവൻ അവിടെ നിന്ന് ചാടിപ്പോവാണ്. ഇതൊക്കെ പ്രസൻറ്റ് ടൈമിൽ ഓർത്തിരിക്കുന്ന സാജി പറയും, അവൻ ഇപ്പോഴും കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സാജി അവൻ്റെ ആ സ്കൈ വാൾക്ക് കൊണ്ട് അവിടുന്ന് പറന്ന് പോവാണ്. ഈ പോകുന്ന സാജിയെ കണ്ട് ബോനിയും ലില്ലിത്തും പറയുന്നുണ്ട്, സാജി നീ പോവല്ലേ, നിന്റെ ഇഞ്ചറി ഒന്നും ഇപ്പോഴും റിക്കവർ അല്ല. അതൊന്നും കേൾക്കാതെ നമ്മുടെ സാജി ആണെങ്കിൽ പറയും, നമ്മൾ ഇത്ര നേരം ഈ എൽബഫിൽ ചെയ്ത ഫൈറ്റ് ഒന്നും ഞാൻ വെറുതെ ആവാനായിട്ട് സമ്മതിക്കില്ല. എന്ത് വന്നാലും ഈ എൽബഫിനെ ഞാൻ സംരക്ഷിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാജി അവിടുന്ന് പറന്നു പോവാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഔൾ ലൈബ്രറിയാണ്. ആ ഒരു ലൈബ്രറിയുടെ കഥകിൻ്റെ പിറകിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കണ്ടെത്തി നമ്മുടെ സോളും റോബിനും അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് കണ്ട സോളാണെങ്കിൽ പറയും, ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഹോ ബിബ്ലോ, നീ ഈ ഒരു ബുക്കൊക്കെ സേഫ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഈ ഒരു ബുക്കൊക്കെ ഇവിടെ സേഫ് ആയ കണ്ട് റോബിനാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ പറയും, വളരെയധികം നന്ദിയുണ്ട് ബിബ്ലോ, ഞാൻ ഈ ഒരു ബുക്കൊക്കെ നഷ്ടപ്പെട്ടോണെന്ന് വിചാരിച്ചത്, നീ ഇതൊക്കെ ഇവിടെ സേഫ് ആക്കി വെച്ചതിന് വളരെയധികം നന്ദി എന്ന് നമ്മുടെ റോബിൻ ബിബ്ലോയോട് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ എൽബഫിലെ ആ ഒരു വെസ്റ്റേൺ വില്ലേജ് ആണ്.
പെട്ടെന്നാണ് ആകാശത്തിൽ നിന്ന് ഒരാളൊരു സാധനം താഴേക്ക് ഇടുന്നത്. അതെന്താണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ജയൻസ് യൂസ് ചെയ്തിരുന്ന ആ ഒരു വലിയ മാസീവ് ആയിട്ടുള്ള ഒരു ജയന്റിന്റെ ഷിപ്പായിരുന്നു താഴേക്ക് ഇട്ടത്. അതിട്ടത് മറ്റാരുമല്ല, ഷോമസ് ആയിരുന്നു. അതായത് ഷോമസിന്റെ പവർ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു ജയന്റിന്റെ ഷിപ്പ് എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ സ്ട്രോ ഹാറ്റിന്റെ ഷിപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഷിപ്പാണ് എൽബഫിലെ ജയൻസ് യൂസ് ചെയ്യുന്ന ഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഷിപ്പാണ് ഷോമസ് ഇപ്പോൾ ആകാശത്തിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ഷോമസിൽ ഇട്ടിട്ടുള്ള പവേഴ്സിൻ്റെ എല്ലാം കാരണം ആ ഒരു ഇമ്മുവിൻ്റെ ഒമൻ ഫ്ലെയിം ആണ്. ഈ ഒരു സമയം ഷോമസ് ആണെങ്കിൽ കില്ലിംഗ്ഹാമിനെ കോൾ ചെയ്യുന്നുണ്ടാവും. ഹലോ, ഇത് ഷോമസ് ആണ്, കേൾക്കുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടികളെ നീ ഇവിടെ എത്തിക്കേണ്ടതാണ്. ഞാനൊരു വലിയ ജയന്റ് ഷിപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഷോമസ് കില്ലിംഗ്ഹാമിനോട് പറയും. പിന്നെ കാണിക്കുന്നത് വെസ്റ്റേൺ വില്ലേജ് ആണ്. അവിടെ ഫുള്ളി കത്തി നശിക്കുകയാണ്. അതായത് നേരത്തെ ഇമ്മുവിൻ്റെയും ലോക്കിൻ്റെയും തമ്മിലുള്ള ഫൈറ്റിലുണ്ടായ ആ ഒരു എക്സ്പ്ലോഷനിൽ ആ ഒരു കാട് ഫുള്ളി കത്തി നശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഗേഡിനെയും ചോപ്പറിനെയാണ്. ചോപ്പർ ആണെങ്കിൽ ഗേഡിനോട് പറയും, നിന്റെ വിരലുകൾ വളരെയധികം നൈസിലാണ് കട്ട് ചെയ്ത് ഉള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ നിന്റെ വിരലുകളൊക്കെ തിരിച്ചു വെക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ ഒരു വിരലുകളൊക്കെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം എടുക്കുന്നുള്ള കാര്യം നമ്മുടെ ഗേഡിനോട് ചോപ്പർ പറയുന്നുണ്ട്. ഗേഡ് ഇപ്പോൾ പറയുന്നുണ്ട്, താങ്ക്സ് ചോപ്പർ, പക്ഷേ ഇപ്പോൾ ഞാൻ വേറെ ഒരു യൂസ്ലെസ് ആയി മാറി. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ സംരക്ഷിക്കേണ്ട ഒരാളായിരുന്നു ഞാൻ. ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടില്ലേ? അങ്ങനെ ഒരിക്കലും പറയരുത് ഗേഡ്, കാരണം അതൊരിക്കലും നിന്റെ തെറ്റുകൊണ്ടല്ല എന്നുള്ള കാര്യം നമ്മുടെ ചോപ്പർ ഗേഡിനോട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കോളനൊക്കെ നമ്മുടെ ചോപ്പറിനോട് താങ്ക്സ് പറയുന്നുണ്ട്. അതായത് ഇവൻ്റെ അമ്മയെയും ബാക്കിയുള്ള ജയൻസിനൊക്കെ ട്രീറ്റ് ചെയ്തതിന്. ഇപ്പോൾ ചോപ്പർ തിരിച്ചു പറയുന്നുണ്ട്, ഇത് വെറും ഫസ്റ്റ് എയ്ഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് വേണം നിങ്ങളെ പ്രോപ്പർലി ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ റോഡ് ഗേഡിനെ കണ്ട് പറയുന്നുണ്ട്, എൻ്റെ ഗേഡിൻ്റെ വിരലുകളെല്ലാം മുറിഞ്ഞു പോയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടതൊക്കെ സത്യമായിരുന്നല്ലേ? നിന്റെ വിരലുകൾ മുറിഞ്ഞു പോയ വിരലുകൾക്ക് പകരം എൻ്റെ വിരലുകൾ എടുത്തോളൂ എന്നുള്ള കാര്യം റോഡ് ഗേഡിനോട് പറയുന്നുണ്ട്. എനിക്ക് നിന്റെ വിരലുകളൊന്നും വേണ്ട, പക്ഷേ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നീ നിന്റെ സഹോദരനെ രക്ഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നിന്നോട് വളരെയധികം റെസ്പെക്റ്റ് തോന്നിപ്പോയി. കേട്ടോ റോഡ്? ഇത് കേട്ട റോഡാണെങ്കിൽ അവൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ വളരെയധികം രക്തങ്ങൾ തെറിച്ച് അവൻ മലന്നടിച്ച് വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സോറോയ്ക്കുള്ള വെസ്റ്റേൺ വില്ലേജ് ആണ്. ഗോൾഡ്ബർഗ് ആണെങ്കിൽ നമ്മുടെ സോറോയെ തോളത്ത് വെച്ചുകൊണ്ട് പോർട്ടിൻ്റെ അവിടത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സോറോ പറയുന്നുണ്ട്, ഗോൾഡ്ബർഗെ, നിന്നെ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. കാരണം ഞാൻ അവിടെ ഓടി എത്തുമ്പോഴേക്ക് സമയം ഒരുപാട് ആകുന്നതുകൊണ്ടാണ് നിന്നോട് സഹായം ചോദിച്ചത്. ആ ഒരു സമയം ഗോൾഡ്ബർഗ് പറയും, അയ്യോ അതിൻ്റെ ഒന്നും യാതൊരു കാര്യമില്ല സോറോ. കാരണം ഈ ജയൻസിൻ്റെ കൂട്ടത്തിൽ പെരുക്കൊന്നും പറ്റാത്ത വ്യക്തി ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ അവിടെ കൊണ്ടുപോകുന്നതിൽ യാതൊരു വിരോധമില്ല എന്നുള്ള കാര്യം നമ്മുടെ ഗോൾഡ്ബർഗ് സോറോയോട് പറയും. പിന്നെ ഒന്നോർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോടാണ് സോറോ താങ്ക്സ് പറയണത്. കാരണം ഇത് എൽബഫിലെ പ്രശ്നമായിട്ട് കൂടി നിങ്ങൾ ഞങ്ങളോടൊപ്പമാണല്ലോ നിൽക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടത് എന്നുള്ള കാര്യം ഗോൾഡ്ബർഗ് നമ്മുടെ സോറോയോട് പറയും. സോറോ പറയുന്നുണ്ട്, താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ക്യാപ്റ്റൻ്റെ കാര്യം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം അവൻ്റെ ഫ്രണ്ടിൻ്റെ കൺട്രി എന്ന് പറയുമ്പോൾ അവൻ്റെ കൺട്രി പോലെ തന്നെയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൺട്രിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൺട്രിയിൽ വന്ന പ്രശ്നം പോലെ തന്നെയാണെന്നാണ് സോറോ പറയുന്നത്. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ്റെ പ്രശ്നം നമ്മുടെയും കൂടി പ്രശ്നമാണ്. നിങ്ങളുടെ ക്യാപ്റ്റൻ്റെ ഈ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കണം ഹജുറുദ്ദീൻ ലൂഫി ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്. സോറോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് ആ ഒരു ബ്ലാക്ക് ഫ്ലെയിംസ് എന്നാണ്. അതൊരു പരിധി കഴിഞ്ഞ സമയത്ത് ഒരു എക്സ്പ്ലോഷൻ ബുള്ളറ്റായിട്ട് മാറി. ആ ഒരു ഹോളി നൈറ്റ്സ് അവരെ ഫുള്ളി നമ്മൾ ഡിഫീറ്റ് ചെയ്തതാണ്. പക്ഷേ അവർക്കിപ്പം വീണ്ടും ഫുള്ളി പവർ കിട്ടിയിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുള്ള കാര്യം നമ്മുടെ സോറോ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയം കാണിക്കുന്നത് നമ്മുടെ ഷോമസ് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ്. കില്ലിംഗ്ഹാം പറയുന്നുണ്ട്, എടാ ഷോമസേ, പണി വാളിടാ. എൻ്റെ ഏറ്റവും സ്കേറിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ അറിയാതെ ഞാൻ ക്രിയേറ്റ് ചെയ്തു പോയി. എനിക്ക് ഏറ്റവും പേടിയുള്ളത്. ആ ഒരു സമയം ഷോമസ് പറയും, എന്ത് നീയൊക്കെ കൂടി പൊട്ടം കളിക്കുകയാണോ? നിനക്കറിയില്ലടാ എനിക്കും അതിനെ പേടിയാണെന്നുള്ള കാര്യം. എന്തേലാവട്ടെ, നിനക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? അതൊരു ഡ്രീം ആയതുകൊണ്ട് എനിക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കില്ലിംഗ്ഹാം അവിടുന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം ഷോമസ് ചോദിക്കുന്നുണ്ട്, എല്ലാം പോട്ടെ, ഗുങ്ക എവിടെ? ഞാനിവിടെ വരുന്ന വഴി അവളെ കണ്ടിരുന്നു. അവൾ മരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത്, മരിച്ചെന്നോ? എന്തേലാവട്ടെ, എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തീരെ ടൈമില്ല. നിനക്കറിയാലോ നമ്മളെ ഗ്രേറ്റ് വണ്ണിന് അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയ മിഷൻസ് എല്ലാം പെട്ടെന്ന് തീർത്തുകൊണ്ട് ഇവിടുന്ന് പോകണം. നമ്മുടെ മിലിറ്ററി ഫോഴ്സും എനിമി ഫോഴ്സിനെല്ലാം നമ്മൾക്ക് ഇറേസ് ചെയ്ത് കളയണം എന്നുള്ള കാര്യം കില്ലിംഗ്ഹാമിനോട് ഷോമസ് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വെസ്റ്റേൺ വില്ലേജാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അതിശക്തമായൊരു മഴ അവിടെ പെയ്യാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ജയൻസിനൊന്നും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജയൻസൊക്കെ പറയുന്നുണ്ട്, എന്താ ഇവിടെ ഒരു പെട്ടെന്നൊരു മഴ? അതുമാത്രമല്ല വീടുകളൊക്കെ മുങ്ങിപ്പോകുന്നുണ്ട്. മുതിർന്നവരോടൊക്കെ അവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറയാന്നുള്ള കാര്യം കുറച്ച് ജയൻസ് അവിടുന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കില്ലിംഗ്ഹാം ആണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മോൺസ്റ്ററിന് കമാൻഡ് കൊടുക്കുന്നുണ്ട്, ചെന്ന് ആ കൊച്ചു ഭീക്രികളൊക്കെ പിടിച്ചോണ്ട് പോവാ. പെട്ടെന്നാണ് ഒരു വലിയ കൈ വന്ന് ആ ഒരു കുട്ടികളൊക്കെ പിടിക്കുന്നത്. ആ ഒരു കൈയാണെങ്കിൽ ഫുള്ളി വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിലുള്ള ചില കുട്ടികളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്.
കുട്ടികളൊക്കെ പറയുന്നുണ്ട് രക്ഷിക്കൂ രക്ഷിക്കൂ എന്നുള്ള കാര്യം ആ ഒരു കുട്ടികളൊക്കെ നിലവിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന കില്ലിംഗ് ഇപ്പോൾ പറയുന്നുണ്ട്, ഈ റെഡ് ലൈൻ്റെ മുകൾ തട്ടിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഈ ആകാശത്ത് നിന്ന് വളരെ ശക്തമായി പെയ്യുന്ന മഴ കാണുമ്പോൾ എപ്പോഴും പേടിപ്പെടുത്താറുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കഥയുണ്ട്, നീക്കയെ പറ്റിയും ഡീക്ലാനെ പറ്റിയും അതുപോലെ തന്നെ ഈ റെയിൻ ഗോഡിനെ പറ്റിയും. താഴെത്തട്ട് മുഴുവനായിട്ട് മുക്കാൻ പറ്റുന്ന ഒരു മോൺസ്റ്ററാണ് ഈ റെയിൻ ഗോഡ് എന്നുള്ള കാര്യം കില്ലിംഗ് അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പം ആ റെയിൻ ഗോഡസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം അവിടെ കാണിക്കുന്നുണ്ട്. റെയിൻ ഡാൻസിൻ്റെ താളത്തിലാണ് ആ ഒരു റെയിൻ ഗോഡസ് വരുന്നത്. ഇപ്പോൾ ആ ഒരു വില്ലേജ് ഫുള്ളായിട്ട് മുങ്ങിപ്പോകുന്നുണ്ട്. അതിലുള്ള ജയൻസൊക്കെ അവിടുന്ന് ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കില്ലിംഗ് ആണെങ്കിൽ ഷോമസിനെ വിളിച്ച് പറയും, ഷോമസേ ഞാൻ കുട്ടികളെയും കൂട്ടി വരുന്നുണ്ട്. ഷോമസ് ആണെങ്കിൽ പറയും നീ പെട്ടെന്ന് കയറാനായിട്ട് നോക്ക്, ഇവിടെ ഫുള്ളി റെഡിയാണെന്നുള്ള കാര്യം ഷോമസും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു റെയിൻ ഗോഡസ് വില്ലേജിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഗോൾഡ് ബർഗ് ആണെങ്കിൽ സോറയോട് ചോദിക്കും നമുക്ക് വില്ലേജിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള കാര്യം. ആ ഒരു സമയം സാഞ്ചി അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. സോറോ ആണെങ്കിൽ പറയും വേണ്ട അവിടെ പോകേണ്ട ആൾ പോയിട്ടുണ്ട്. സാഞ്ചിയോട് സോറോ പറയുന്നുണ്ട് ഈ ഒരു അവസരമെങ്കിലും മൂഞ്ചിക്കാതെ നോക്കടാ. ആ സമയത്ത് സാഞ്ചി തിരിച്ചും പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.